ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NTPCയുടെ അടുത്ത ഒരു എക്സാം വരാൻ പോവുകയാണല്ലോ. NTPCയുടെ എക്സാം വരുവാണ്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് മാത്സിൻ്റെ ക്ലാസ് നമ്പർ 2 ആണ്. ക്ലാസ് 1 എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചാലുള്ള യൂസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മുടെ NTPC പോലുള്ള റെയിൽവേ എക്സാംസ്, അതുപോലെ തന്നെ നമ്മുടെ SSC എക്സാംസ് ആയാലും ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. രണ്ടാമത്തെ ക്ലാസ്സിൽ നേരെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, സക്സസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് ലെറ്റർ. സക്സസിൻ്റെ സെക്കൻഡ് ലെറ്റർ എന്താ? യു ആണ് അല്ലേ. അതായത് സക്സസ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ മാത്രമായിരിക്കും, നിങ്ങളിലിരിക്കുവാണ് നിങ്ങളുടെ വിജയം. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം പഠിച്ചു പോവുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓരോ ചാപ്റ്ററും അതിൻ്റേതായ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ച്, ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഠിച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ ഒക്കെ ക്ലിയർ ആണല്ലോ. ഒന്ന് നോക്കേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 195 leaves a remainder 48. If the same number is divided by 15, the remainder will be. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് കൂടെ തരാം. ഓപ്ഷൻ A 3, ഓപ്ഷൻ B 4, ഓപ്ഷൻ C 1 ആൻഡ് ഓപ്ഷൻ D 2. ഒരു നമ്പറിനെ അല്ലേ, ഒരു നമ്പറിന്, നമ്മുടെ നമ്പർ ഏതായിരുന്നു? ഒരു നമ്പർ, ലെറ്റ് ഇറ്റ് ബി n, ഏതോ ഒരു നമ്പറിനെ 195 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ. വെൻ എ നമ്പർ ഡിവൈഡഡ് ബൈ 195 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 48 ആണ്. 195 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 48 ആണ്. ഇഫ് ദ സെയിം റിമൈൻഡർ ഈസ് ഡിവൈഡഡ് ബൈ 15, ആ സെയിം നമ്പർ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ ഏതാണെന്നാണ് ചോദ്യം. ഇതൊരു സ്ഥിരം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ NTPCക്കും ചോദിച്ചു. കഴിഞ്ഞ NTPCക്ക് മാത്രമല്ല, കഴിഞ്ഞ CHSL-ഉം CGL-നും ഒക്കെ ചോദിക്കുന്ന, പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പണ്ട് ഒരു 5 വർഷം മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ടെക്നിക്ക് പഠിച്ചു വെക്കണം. സിമ്പിളി ഇത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. 48നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 48നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 × 15 45 ആണ്. ബാലൻസ് വരുന്ന 3 ആണ് ആൻസർ. എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. എത്ര സെക്കൻഡ്സ് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അതായത് ഒരു നമ്പർ നമ്മൾ 195, അതിനെ ഒരു നമ്പറിനെ 195 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 195ൻ്റെ മൾട്ടിപ്പിൾ അല്ല ആ നമ്പർ, മൾട്ടിപ്പിൾ അല്ല. ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആ നമ്പർ കിട്ടില്ല. പ്ലസ് ആ റിമൈൻഡർ കൂടെ ആഡ് ചെയ്താലേ നമ്പർ കിട്ടും. അപ്പോൾ നമ്പർ ഏതാണ്? 195x + 48 ആണ് നമ്പർ. ഓക്കെ, ഒരു നമ്പറിനെ 195 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 48 കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിവിഡൻഡ് എപ്പോഴും ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഡിവിഡൻഡ് എപ്പോഴും ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഞാൻ കോഷ്യൻറ്റ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, ഡിവിഡൻഡ് എന്താണ്, ഡിവൈസർ എന്താണ്, കോഷ്യൻറ്റ് എന്താണ്, ഇതെല്ലാം നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് എടുത്തൊന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ നമ്പർ കിട്ടി. 195x + 48 ആണ് നമ്മുടെ നമ്പർ. ഈ നമ്പർ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. നിങ്ങൾക്കറിയാമോ, ഇപ്പം 10 + 20യെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ചോ, റിമൈൻഡർ കണ്ടുപിടിക്കണം. ഓക്കെ, 10നെ 5 കൊണ്ട് ഭാഗിച്ചാൽ റിമൈൻഡർ 0 ആണ്, കംപ്ലീറ്റ്ലി ഡിവൈഡഡാ. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 ആണ്. അപ്പോൾ ടോട്ടൽ റിമൈൻഡർ 0 തന്നെ വരും. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറയാം. 10 + 21 / 5, 10 + 21 ഡിവൈഡഡ് ബൈ 5. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 21 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. സോ ടോട്ടൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്.
അതായത് ഈവൻ നമ്മളിത് ആഡ് ചെയ്യാതെ പോലും റിമൈൻഡർ കണ്ടുപിടിക്കാം. ഒരു സം ഫോമിൽ കിടക്കുന്ന ഒരു എക്സ്പ്രഷൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇത് ആഡ് ചെയ്തിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ, അത് പാടാണല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ വരും? 195x ആണ് പ്ലസ് 48 ആണ് നമ്മുടെ നമ്പർ. ആ നമ്പറിനെയാണ് നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നോക്കേ, 195ഉം 15ഉം കൂടി ഈസി ആയിട്ട് ക്യാൻസൽ ആവും അല്ലേ? 13 ആണ്. 13 × 15 ആണ് 195 വരുന്നത്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അതൊക്കെയാണ്. എന്തായാലും അവിടെ റിമൈൻഡർ 0 ആണ്. നമുക്ക് കോഷ്യൻ്റ് ഒന്നും വേണ്ട, നമുക്ക് ആ റിമൈൻഡർ മാത്രം മതി. സോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. റിമൈൻഡർ അവിടെ 0 ആണ്. 48നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ അവിടെ റിമൈൻഡർ 3 ആണ്. അപ്പോൾ ടോട്ടൽ റിമൈൻഡർ എന്ത് വരും? 3 വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ, ഈ 15ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഈ നമ്പർ എന്ന് മാത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ 15ൻ്റെ മൾട്ടിപ്പിൾ ആണ് 195. അങ്ങനെയാണ് നേരെ 48/15 ചെയ്താൽ മതി. അവിടെ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. പിടികിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം ഓപ്ഷൻ എ ആണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? സ്ഥിരം ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾ 1 to 100 ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കാണാത്തവർ കണ്ട് പഠിക്കുക കേട്ടോ. 1 to 100, 1നും 100നും ഇടയ്ക്കുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പഠിച്ചു വെക്കണം കേട്ടോ. 1നും 100നും ഇടയ്ക്കുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, 3, 5, 7, 11, 13, 17, 19. പിന്നെ അറിയാലോ എങ്ങനെ എഴുതുന്നത്? 23, 29. പിന്നെ അടുത്ത ഗ്യാപ്പ് 31ഉം 37ഉം. 40 റേഞ്ചിൽ 41 ഉണ്ട്, 43 ഉണ്ട്, 47 ഉണ്ട്. ദെൻ വീണ്ടും റിപ്പീറ്റ് 20 റേഞ്ചിൽ എഴുതിയ പോലെ സെയിം അതുപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. 53, 59, 61, 67. എഗെയിൻ 3 എണ്ണം വരണം അല്ലേ? ഇത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണേ, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകും. 71 ഉണ്ട്, 73 ഉണ്ട്. 77 ഇല്ല, 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ 79. അതുപോലെ വീണ്ടും റിപ്പീറ്റ് 83, 89, 97. അപ്പോൾ 1 മുതൽ 50 വരെ നമുക്ക് 15 പ്രൈം നമ്പേഴ്സും ബാലൻസ് ഒരു 10 പ്രൈം നമ്പേഴ്സും കൂടെ ചേർന്ന് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1 to 100 വരെ ഉള്ളത് എന്തായാലും ഈ പ്രൈം നമ്പേഴ്സ് പഠിച്ചു വെക്കണം. ഇത് ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ പാറ്റേണിൽ പഠിച്ചാൽ മതി, ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്ന പ്രൈം നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന 1 to 100 ഇടയ്ക്കുള്ള നമ്പേഴ്സ് അല്ല. 177 ഉണ്ട്, 169 ഉണ്ട്, 173 ഉണ്ട്, 187 ഉണ്ട്. ഏതാണ് ഇതിൽ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്? നോക്കേ, ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകത, 177ൻ്റെ ഒരു പ്രത്യേകത, 1ഉം 7ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പം 15 കിട്ടും അല്ലേ? 7 + 7 14 ആണ്, 14 + 1 15 ആണ്. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തു, ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഇത് 3യുടെ മൾട്ടിപ്പിളാ. 177 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളാ. അതുകൊണ്ട് 177 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അത് ഓക്കെയാണ്. ഇനി 169, എല്ലാവരും സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. 20 നമ്പേഴ്സിൻ്റെയെങ്കിലും മിനിമം, 30 നമ്പേഴ്സിൻ്റെയെങ്കിലും മിനിമം, 30 നമ്പേഴ്സിൻ്റെയെങ്കിലും മിനിമം സ്ക്വയേഴ്സ് പഠിക്കണം കേട്ടോ. 30 നമ്പേഴ്സിൻ്റെയെങ്കിലും സ്ക്വയേഴ്സ് പഠിക്കണം. അങ്ങനെ പഠിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ അറിയാം. 13ൻ്റെ മൾട്ടിപ്പിളാണ് 169 അല്ലേ? 13ൻ്റെ സ്ക്വയർ ആണ് 169. അപ്പോൾ അതും പ്രൈം നമ്പർ അല്ല. പിന്നെ 173, 187 ഉണ്ട്. 187 എന്ന് പറഞ്ഞാൽ വീണ്ടും നോക്കേ, 187 പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ 1 7 കൂടെ കൂട്ടിയേക്കുന്നതല്ലേ നടുക്ക് കിടക്കുന്നത്? 1 7 കൂടെ കൂട്ടിയേക്കുന്നതല്ലേ നടുക്ക് കിടക്കുന്നത്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 17 × 11 ആണ്. 17 × 11 എങ്ങനെയാണ് ചെയ്യുന്നത്? 1 എഴുതുക, 7 എഴുതുക, 1 എഴുതുക, 7 എഴുതുക, ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. ഓക്കെ, ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. അതായത് 187 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ 17 × 11 187, ഒരു 11ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 17ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ ഇതും എന്തല്ല? പ്രൈം നമ്പർ അല്ല. 187ഉം പ്രൈം നമ്പർ അല്ല. പിന്നെ എന്തേ ഉള്ളൂ? ഓപ്ഷൻ സി 173. 173 ആണ് നമ്മുടെ ആൻസർ.
അപ്പോൾ പ്രൈം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല പഠിക്കേണ്ടത്, പ്രൈം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പ്രൈം നമ്പേഴ്സ് കുറച്ച് പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതെപ്പോഴും ചോദിക്കുന്നത് ആദ്യത്തെ 12 പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ 15 പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ രീതിയിൽ പ്രൈം നമ്പേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാം? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ലൈം സ്റ്റോൺ 40% ഈസ് കാൽസ്യം ആൻഡ് റെസ്റ്റ് ഈസ് കാർബൺ ആൻഡ് ഓക്സിജൻ. If in 20 kg of limestone there is 9.4 kg of oxygen, then what is the percentage of carbon in it? അങ്ങനെയാണെങ്കിൽ ഇതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 17%, 13%, 25%, 9%. എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്തേ, എന്ത് കിട്ടുന്നു നോക്കേ. ആദ്യം ഒന്ന് ശ്രമിച്ച് നോക്കണം. എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. അതല്ലാതെ അതിൻ്റെ സൊല്യൂഷൻ പറയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും, ബെറ്റർ ഐഡിയാസ് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഒരു പഴയ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടി വരും. പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. അപ്പോൾ ഇൻ ലൈം സ്റ്റോൺ 40% ഈസ് കാൽസ്യം, ബാക്കിയുള്ളതാണ് കാർബണും ഓക്സിജനും. അപ്പോൾ കാർബണും ഓക്സിജനും എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 60% ഉണ്ട് അല്ലേ. 100%-ൽ 40% എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 60% എന്ത് വരും? കാർബണും ഓക്സിജനുമാണ്. ഓക്കെ, ഇഫ് ഇൻ 20 kg ഓഫ് ലൈംസ്റ്റോൺ, നമ്മളൊരു 20 kg ലൈംസ്റ്റോൺ എടുക്കുവാണേ, അതിനകത്ത് 9.4 kg എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. 9.4 kg എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ഇറ്റ്? അതിനകത്ത് എത്ര പെർസെൻറ്റേജ് കാർബൺ ആണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? 20 kgയുടെ 60% ആണ് കാർബണും ഓക്സിജനും കൂടെ ചേർന്നുള്ളത്. 20 kgയുടെ 60% എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും കൂടെ ചേർന്നതാണ്. അപ്പോൾ 60% എന്ത് വരും? 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% എന്ന് വെച്ചാൽ 5-ൽ 1 40% എന്ന് വെച്ചാൽ 5-ൽ 2 60% എന്ന് പറഞ്ഞാൽ 5-ൽ 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ 20 kgയുടെ 3/5, 20യുടെ 3/5, 20യുടെ 3/5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 4 × 3 12 kg എന്ന് വരും അല്ലേ. 12 kg. അപ്പം 12 kg, 20 kgയിൽ 12 kg ആണ് കാർബണും ഓക്സിജനും കൂടെ ഉള്ളത് അല്ലേ. 40% എന്താണ്? കാൽസ്യം ആണ്, അത് നമുക്ക് വേണ്ട. 60% ആണ് കാർബണും ഓക്സിജനും ഉള്ളത്. 60% എന്ന് പറഞ്ഞാൽ 12 kg ആണ്. ആ 12 kgയിൽ 9.4 kg ഓക്സിജൻ ആണ്, ബാക്കിയാണ് കാർബൺ. 60%-ൽ ഓക്സിജനും ഉണ്ട് കാർബണും ഉണ്ട്. അതിൽ ഓക്സിജൻ നമുക്ക് കിട്ടി എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9.4 kg ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓക്സിജൻ കിട്ടി, അതുകൊണ്ട് കാർബണിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 12 kgയിൽ നിന്ന് ഈ 9.4 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 3.6 kg എന്ന് വരും അല്ലേ. 3.6 kg, സോറി 2.6 kg. ഓക്കെ, 2.6 kg. അപ്പോൾ 2.6 kg ആണ് എന്തിൻ്റെ അളവ്? കാർബണിൻ്റെ അളവ്. ചോദ്യം അതല്ല, പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര കിലോഗ്രാം കാർബൺ ഉണ്ടെന്നല്ല കണ്ടുപിടിക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? 2.6 ഡിവൈഡഡ് ബൈ എത്രയിലാണ്? 20-ൽ അല്ലേ. 20 kgക്കകത്ത് 2.6 kg ആണെന്ത്? കാർബൺ. 20 kgയിൽ 2.6 kg ആണ് കാർബൺ. ഇൻറ്റു 100 ചെയ്യാം. സോ 20-യും 0-യും 0-യും ക്യാൻസലായി 26/2 വരും. ദാറ്റ് ഈസ് 13%. 13%. എത്ര കിട്ടി? 13% കിട്ടി അല്ലേ. അപ്പോൾ ആ 60%-ൽ നിന്ന് തുടങ്ങിയാൽ മതി. ആ 40% ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ആ 60%-ൽ നിന്ന് കാർബൺ പ്ലസ് ഓക്സിജൻ കണ്ടുപിടിക്കുക. അതിൽ
12 kg ആണ് കാർബൺ പ്ലസ് ഓക്സിജൻ, അതിൽ എത്രയാണ് ഓക്സിജൻ അത് സബ്ട്രാക്ട് ചെയ്തിട്ട് വീണ്ടും പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 13% എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസും കൂടെ ഇടാവേ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡയമെൻഷൻസ് ഓഫ് എ എൻ ടി പി സിയുടെ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എൻ ടി പി സിയുടെ ക്വസ്റ്റ്യൻ ആണ്. ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ റൂം വെൻ ഇൻക്രീസ്ഡ് ബൈ 4 meters ആർ ഇൻ ദ റേഷ്യോ 4:3. ഏറ്റവും സിമ്പിളായിട്ട് ഇത് ചെയ്യുന്ന പറഞ്ഞുതരാം കേട്ടോ, ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ആൻഡ് വെൻ ഡിക്രീസ്ഡ് ബൈ 4 meters ആർ ഇൻ ദ റേഷ്യോ 2:1. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ റൂം. ഒരു റെക്ടാങ്കുലർ റൂമിൻ്റെ ഡയമെൻഷൻ 4 മീറ്റർ കൂട്ടിയപ്പം, അതായത് ലെങ്തും ബ്രെഡ്ത്തും 4 മീറ്റർ കൂട്ടിയപ്പം 4:3 ആയി ആ റേഷ്യോ. വെൻ ഡിക്രീസ്ഡ് ബൈ 4 meter, രണ്ടും ലെങ്തും ബ്രെഡ്ത്തും 4 മീറ്റർ കുറച്ചപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ത് വന്നു? 2:1 വന്നു. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ റൂം. ആ റൂമിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഓപ്ഷൻസ് ഉണ്ട്. 6, 10, 6 meter 10 meter ആയിരുന്നോ, 36 meter 32 meter ആയിരുന്നോ, 24 meter 18 meter ആയിരുന്നോ, 12 meter 8 meter ആയിരുന്നോ? എന്താണ് ആ ഒരു റെക്ടാങ്കുലർ റൂമിൻ്റെ ഡയമെൻഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ആ റേഷ്യോയുടെ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. നിങ്ങളുടെ കൺവെൻഷണൽ മെത്തേഡിലാണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, ഒരു റെക്ടാങ്കുലർ റൂം ഇൻക്രീസ് ആയപ്പോൾ 4 meter ഇൻക്രീസ് ആയപ്പോൾ ഉള്ള റേഷ്യോ നോക്കാതെ, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ, അതായത് 4 meter കൂടിയപ്പോൾ ഉള്ള റേഷ്യോ 4:3 ആയിരുന്നു. 4 meter കൂടിയപ്പോൾ ഉള്ള റേഷ്യോ 4:3 ആണ്. 4 meter കുറഞ്ഞപ്പോൾ ഉള്ള റേഷ്യോ 2:1 ആണ്. എടാ ഒരു കാര്യം നോക്കേ, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ആ റെക്ടാങ്കുലർ റൂമിൻ്റെ ഡയമെൻഷൻ, അതിൽ നിന്ന് ആദ്യം 4 meter കൂടി പിന്നെ 4 meter കുറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് 8 meter അല്ലേ? നോക്കേ, ഇപ്പോൾ 10 meter ആയിരുന്നെന്ന് വെച്ചോ. ആദ്യം 4 meter കൂടിയെങ്കിൽ 14 meter ആയി. 4 meter കുറഞ്ഞ എത്രയാവും? 6 meter ആയി അല്ലേ? എത്ര വ്യത്യാസം? 6ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 8 meter അല്ലേ? പിടികിട്ടിയോ? അത് പിടികിട്ടിയോ? അതായത് 4 meter കുറഞ്ഞു, 4 meter കൂടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂടിയ വാല്യൂവും കുറഞ്ഞ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 + 4 8 meter ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കറക്റ്റ് മിഡിലായിരിക്കും നമ്മുടെ ശരിക്കുള്ള ഒരു ഡയമെൻഷൻ വരുന്നത്, നോർമൽ ഡയമെൻഷൻ. അതായത് നമ്മുടെ റെക്ടാങ്കുലർ റൂമിൻ്റെ നോർമൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് മിഡിൽ വരും. 4ൻ്റെയും 2ൻ്റെയും അല്ലെങ്കിൽ 3ൻ്റെയും 1ൻ്റെയും കറക്റ്റ് മിഡിൽ വരും. അപ്പോൾ എന്ത് വരും? 4നും 2നും ഇടയ്ക്കുള്ളത് 3 അല്ലേ? 3ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ 2 അല്ലേ? അപ്പോൾ 3:2 അല്ലേ വരത്തുള്ളൂ. എങ്ങനെ മനസ്സിലായത്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു ഗ്യാപ്പും സെയിമാണ്. കാരണം ഒറിജിനലി അത് 4 ആണെങ്കിൽ റേഷ്യോയിലും അത് സെയിം വരണം. നോക്കേ, 4ന് ഒറിജിനലായിട്ട് ഇവിടെ 1 ആണ് വന്നേക്കുന്നത്. ഇവിടെയും 1 വരും. കണ്ട, ഇവിടെയും അത് ഡിഫറൻസ് 1 ആണ്, ഇവിടെയും ആ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, 4:3, 3:2 ആണ് നോർമൽ, 2:1 ആണ് ഡിക്രീസ് ചെയ്യുമ്പോൾ. ഇൻക്രീസ് ചെയ്യുമ്പോൾ 4:3 ആണെങ്കിൽ നോർമൽ 3:2 ആണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ 2:1 ആണ്. എങ്ങനെ മനസ്സിലായി? ആ റേഷ്യോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ആ ഈക്വൽ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയെങ്കിൽ 4 കൂടിയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 4 കുറഞ്ഞേ. സോ ഇവിടുന്ന് 1 കുറഞ്ഞാൽ ഇവിടുന്ന് 1 കൂടിയേക്കുന്നത് അല്ലേ? അപ്പോൾ 1 ആണ് 4. 1ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് 4. അപ്പോൾ നമുക്ക് 3യുടെയും 2ൻ്റെയും ഒറിജിനൽ വാല്യൂ ആണ് വേണ്ടത്. 3യുടെ ഒറിജിനൽ വാല്യൂ എന്ത് വരും? 1 × 4 ആണ് 4. സോ 3 × 4 12 വരും. പിന്നെ നമുക്ക് 2ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് വേണ്ടത്. 2 × 4 ചെയ്താൽ മതി. സോ ആൻസർ 8. സോ ഓപ്ഷൻ ഡി 12ഉം 8ഉം ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 4ഉം 3യും 2ഉം വേണ്ടത് നേരെ 3യും 2 എഴുതിയിട്ട് 1 4 ആണ്, 3 എത്ര 2 എത്ര, ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. എക്സ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും കേട്ടോ. ഇത് 4x, ഇത് 3x, അതിൽ നിന്ന് പിന്നെ 2y, 1y, എക്സും വൈയും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് കുറേ ടൈം എടുക്കാം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ, ട്രിക്കി മെത്തേഡായിട്ട് യൂസ് ചെയ്യാം.
ശരിക്കും പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. 5 വയസ്സ് കൂടിയപ്പം റേഷ്യോ ഇത്രയാണ്, 5 വയസ്സ് കുറഞ്ഞപ്പം ഇത്രയാണ്, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള റേഷ്യോ, ഇപ്പോൾ ഉള്ള വയസ്സിൻ്റെ റേഷ്യോ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഇതേ മെത്തേഡ് ചെയ്യുന്നതാണ്, ക്ലാസ്സിൽ ചെയ്യുന്നതാണ്, ചെയ്ത് പഠിക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ചെയ്ത് പഠിച്ചിട്ടില്ലാത്തവർ പ്രോബ്ലംസ് ഓൺ ഏജസ് ഒക്കെ നോക്കുക, ഏജിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സെയിം ലോജിക്കാണിത്. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. അങ്ങനെയാണ്, നമുക്ക് സ്പീഡ് കൂടുന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് എസ് എസ് സിയുടെയും റെയിൽവേ, നമ്മുടെ ദിശ അക്കാഡമി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 എക്സാംസ് ആണ് SSC എക്സാംസും റെയിൽവേ എക്സാംസും. നമുക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇനി അടുത്ത വരാൻ പോകുന്ന CGL എക്സാം, CHSL എക്സാം, NTPC എക്സാമിൻ്റെ ഒക്കെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആപ്പ് ഉണ്ട്, ദിശയുടെ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അതുപോലെ ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കേണ്ടെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, അതുപോലെ ട്രിവാൻഡ്രത്ത് നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയും നമ്മൾ NTPCയുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, RPFൻ്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ SSCയുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് ചെയ്യാം, വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൗണ്ടേ ചെയ്യേണ്ട, വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 279 പ്ലസ് 167 ഇൻറ്റു 342? വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ്, ഇത് സിമ്പിൾ അല്ല, നോക്കേ, ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ 279, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ഓക്കെ, 279ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനത്തെ അക്കം അല്ലേ, ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 279ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ഇനി 167ഉം 342 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഈ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7ഉം 2ഉം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 14 ആണ്. സോ അവസാനം 4 വരും. ഇനി 9ൽ അവസാനിക്കുന്ന ഒരു നമ്പറും 4ൽ അവസാനിക്കുന്ന ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3ൽ അവസാനിക്കുന്ന ഒരു നമ്പർ കിട്ടും അല്ലേ. സോ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? ഓപ്ഷൻ ബി 3. അപ്പോൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്ന കേസിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്ത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഈസി ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. നമുക്കങ്ങനെ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പവർ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഡിഫിക്കൽട്ട് അല്ല, പഠിച്ചവർക്ക് ഈസിയാണ്, മെത്തേഡ് അറിയാവുന്നവർക്ക് ഈസിയാണ്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും പാടാവുന്നില്ല കേട്ടോ, പഠിച്ചു കഴിയുമ്പോൾ എല്ലാം എളുപ്പമാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 1570 സ്ക്വയർ പ്ലസ് 1571 സ്ക്വയർ പ്ലസ് 1572 സ്ക്വയർ പ്ലസ് 1573 സ്ക്വയർ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മിക്കുള്ളവരും വിചാരിക്കുമോ ഇത് എന്തെങ്കിലും ഇക്വേഷൻ അല്ലെങ്കിൽ കോമൺ എടുത്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് യൂണിറ്റ് ഡിജിറ്റ് എഴുതുന്നതായിരിക്കും. ഒന്നുമല്ല കേട്ടോ, ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിൽ അങ്ങ് തന്നേ ഉള്ളൂ. സിമ്പിളാണ്. ഓരോ ടേമിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഓരോ ടേമിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? 1570 സ്ക്വയർ. യൂണിറ്റ് ഡിജിറ്റിൽ 0 ആണെങ്കിൽ അതിൻ്റെ എത്ര പവർ എടുത്താലും റേസ് ടു 1000, 10,000, 1 lakh എന്ത് വന്നാലും ലാസ്റ്റ് 0 തന്നെയായിരിക്കും. അതുപോലുള്ള വേറെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണെങ്കിൽ ലാസ്റ്റ് 1 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റിൽ 5 ആണെങ്കിൽ ലാസ്റ്റ് 5 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റിൽ 6 ആണെങ്കിൽ ലാസ്റ്റ് 6 ആയിരിക്കും. അതായത് 6ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ പവർ എത്ര വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 6 തന്നെയായിരിക്കും. 6 സ്ക്വയർ, 6 ക്യൂബ്, 6⁴, 6⁻25 എല്ലാം യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അതുപോലെ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് 5 തന്നെയാണ്. 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. 0ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. അത് ഓർക്കുക. ദെൻ ഇവിടെ നമുക്ക് നോക്കാം, ഇതെല്ലാം സ്ക്വയേഴ്സ് അല്ല. അപ്പോൾ ഇവിടെ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. 1ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറിയാലോ 4 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 4 ആണ്.
അതുപോലെ 3 ആണ്, 3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 9 വരും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 + 1 10, 10 + 4 14, ലാസ്റ്റ് 4 വരും. 4 അവസാനിക്കും അല്ലേ. സോ ആൻസർ ഓപ്ഷൻ എ 4 വരും. ഡൗട്ട് ഉണ്ടോ? കുറേ കാര്യങ്ങൾ യൂണിറ്റ് ഡിജിറ്റിൽ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനിയുള്ള വരും ക്ലാസ്സുകളിൽ ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഇനിയും യൂണിറ്റ് ഡിജിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരത്തില്ല. യൂണിറ്റ് ഡിജിറ്റിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ഡിജിറ്റ് ഇപ്പോൾ എന്തായാലും എടുത്തിട്ടില്ല. നമുക്ക് 2ൽ എൻഡ് ചെയ്യുന്ന പവർ 200 വരുന്നതും 300 വരുന്നതും ഇപ്പോൾ 1 5 7 2 ദ ഹോൾ റേസ് ടു 200 വന്നാൽ അല്ലെങ്കിൽ 300 വന്നാൽ 1000 വന്നാലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലത് ഇനി അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാവേ. സോ നമുക്ക് തൽക്കാലം അത് അവിടെ നിർത്താം. അടുത്ത പ്രോബ്ലം ടൈം ആൻഡ് വർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഓപ്ഷൻസ് ഇവിടെ ഇടാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നേക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാത്സ് പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് അതാണ്. ക്വസ്റ്റ്യൻ ആദ്യം എന്താണ്, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതുപോലെ വേർഡ് പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആകുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഓപ്ഷൻസിൻ്റെയൊക്കെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ സിമ്പിളാണ് കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ കൂടുതൽ. സംഭവം സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്തേ. A garrison of 2000 men has provision of ration for 66 days. At the end of 14 night എന്നാണ് 14 ദിവസങ്ങൾക്ക് ശേഷം, അറ്റ് ദ എൻഡ് ഓഫ് 14 days 14 ദിവസങ്ങൾക്ക് ശേഷം റീഇൻഫോഴ്സ്മെന്റ് കെയിം അല്ലേ. റീഇൻഫോഴ്സ്മെന്റ് വന്നു, കുറച്ച് ആൾക്കാരും കൂടെ വന്നു. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ റേഷൻ വിൽ ലാസ്റ്റ് ഓൺലി ഫോർ 20 days. 20 ദിവസത്തേക്കൂടെയുള്ള റേഷൻ ബാലൻസ് ഉള്ളത്. ദ സ്ട്രെങ്ത് ഓഫ് ദ റീഇൻഫോഴ്സ്മെന്റ്, അപ്പോൾ എക്സ്ട്രാ വന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഓപ്ഷൻസ് ഉണ്ട്. 4800, 1600, 3200, 2800. അപ്പം 2000 പേർക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു അല്ലേ. 2000 ആൾക്കാർക്ക് 66 ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അവരത് മര്യാദയ്ക്ക് 14 ദിവസം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാറ്റം ഉണ്ടായത് അല്ലേ. അപ്പോൾ 66 ദിവസത്തേക്കുള്ള ഭക്ഷണത്തിൽ 14 ദിവസത്തത് ക്ലിയർ ആയിട്ട് പോയി. അതിനകത്ത് ഒരു പ്രശ്നമില്ല. അപ്പോൾ 66 ഡേയ്സിലുള്ള ആ ഒരു റേഷനകത്തുനിന്ന് 14 ഡേയ്സ് കറക്റ്റായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ബാക്കി ഇനി എത്രയുണ്ട്? 52 ദിവസത്തെ കാര്യം. ഈ 52 ദിവസത്തേക്കുള്ള ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. 66 മൈനസ് 14 ചെയ്തു. 52 ഡേയ്സിൽ റേഷനാണ് ഉള്ളത്. ഈ 52 ഡേയ്സിൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ 2000 പേരെ കാണാൻ പാടുള്ളൂ അല്ലേ. 2000 പേർക്കുള്ള ഭക്ഷണമാണ് 52 ഡേയ്സിലുള്ളത്. അപ്പോൾ 2000 ആൾക്കാർക്ക് 52 ദിവസത്തേക്കുള്ള ഭക്ഷണം ഉള്ളത്. ഭക്ഷണം എത്ര ഉണ്ട്? 2000 പേരാണെങ്കിൽ 52 ദിവസം കഴിക്കാനുണ്ട്. അതേ ഭക്ഷണം എത്ര പേരാണ് കഴിക്കേണ്ടത്? അതേ റേഷൻ 2000 പ്ലസ് കുറച്ച് പേര് എക്സ്ട്രാ വന്നിട്ടുണ്ട്. എക്സ്ട്രാ വന്ന ആൾക്കാരുടെ എണ്ണം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ 2000 പ്ലസ് എക്സ് ആണ് ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം. അവർ എത്ര ദിവസം കൊണ്ട് കഴിയും? 20 ഡേയ്സിലത്തേക്കേ ഉള്ളൂ, 20 ദിവസത്തേക്കേ ഉള്ളൂ. ആൾക്കാരുടെ എണ്ണം കൂടി, അതുകൊണ്ട് 20 ദിവസത്തേക്കേ ഉള്ളൂ സംഭവം. സോ 2000 ആൾക്കാർ 52 ഡേയ്സിൽ യൂസ് ചെയ്യുന്ന അതേ റേഷൻ 2000 പ്ലസ് എക്സ് ആൾക്കാർ 20 ഡേയ്സിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? ഒരു സീറോയൊക്കെ കട്ട് ചെയ്യാം. 2 ഒന്ന് കട്ട് ചെയ്യാം, 100 വരും. സോ 5200 ഈസ് ഈക്വൽ ടു 2000 പ്ലസ് എക്സ് എന്ന് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 5200 മൈനസ് 2000. ആൻസർ 3200. ഓക്കെ. അപ്പോൾ ദ സ്ട്രെങ്ത് ഓഫ് ദ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 3200. അതല്ലേ 52 ദിവസത്തെ ഭക്ഷണം പകുതി ദിവസം പോലും നിന്നില്ല. അപ്പോഴേ നിങ്ങൾക്ക് ആലോചിക്കാം അല്ലേ, ആൾക്കാരുടെ എണ്ണം കുറച്ച് അധികം കൂടുതലാണ് അല്ലേ. 2000 പേരുടെ ഭക്ഷണം ഇനി 2000 പേരും കൂടെ വന്നെങ്കിൽ പകുതി ദിവസം കൊണ്ട് തീർന്നേനെ. 52ന്റെ പകുതിയെ വരത്തോളായിരുന്നു. ഇപ്പം അതിലും കുറഞ്ഞു അല്ലേ. അങ്ങനെയൊക്കെ ഗസ് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ ഗസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓപ്ഷനിലോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ 2000 പേരായിരുന്നു എക്സ്ട്രാ വന്നെങ്കിൽ 52 ദിവസത്തത് നേരെ പകുതി ദിവസം കൊണ്ട് തീർന്നേനെ. പക്ഷേ ഇത് 20 ദിവസം കൊണ്ട് തീരും. അപ്പം 2000 പേരിൽ കൂടുതലാണ് ആൻസർ അല്ലേ. 3200 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Next question. Okay, P and Q are 120 km apart. A starts from P towards Q at 6 am. B starts from Q towards P at 11 am on the same day. A is 50% faster than B. They cross each other at 8 pm. At what time will A reach its destination? Options: midnight, that is 12 pm, 11 pm, 4 pm, 2 am. ഒന്ന് ട്രൈ ചെയ്തേ. നമുക്ക് നോക്കാം. P and Q are 120 km apart അല്ലേ? പിയും ക്യൂവും 120 കിലോമീറ്റർ അകലത്തിലാണ്. എ സ്റ്റാർട്ട്സ് ഫ്രോം പി. എ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണേ. ടുവേഴ്സ് ക്യൂ ആണ് പോണത് അറ്റ് 6 am. 6 am പോണത്, 6 മണിക്കാണ് പോണത്. ടുവേഴ്സ് ക്യൂ. ബി സ്റ്റാർട്ട്സ് ഫ്രോം ക്യൂ ടുവേഴ്സ് പി. ബി എന്ത് ചെയ്യുന്നുണ്ട്? ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിയിലോട്ട് പോകുന്നു. ഓക്കെ, എ ഇങ്ങോട്ട് പോകുന്നു, ബി അങ്ങോട്ട് പോകുന്നു. അറ്റ് 11 am ആണ് ബി പോകുന്നത്. എ ഈസ് 50% ഫാസ്റ്റർ ദാൻ ബി. എ എന്ന് പറയുന്നത് ബിയേക്കാൾ 50% കൂടുതലാണ്. എ എന്ന് പറയുന്നത് ബിയേക്കാൾ 50% കൂടുതൽ വേഗത്തിലാണ് പോകുന്നത്. എ ഈസ് 50% ഫാസ്റ്റർ ദാൻ ബി എന്നാണ് പറയുന്നത്. അതായത് ബിയുടെ സ്പീഡ് 2 km/h ആണെങ്കിൽ എയുടെ സ്പീഡ് എന്ത് വരും? ബിയുടെ സ്പീഡിനേക്കാൾ 50% കൂടുതലാണ്. ബിയുടെ സ്പീഡ് 2 അല്ലേ? 2ന്റെ 50% എന്ന് പറയുമ്പോൾ 1 അല്ലേ? അപ്പോൾ 1 കൂടുതലാണ്. 2 + 1 3 2:3 ആണ് അവിടെ B:A. 2:3 ആണ് അവിടെ B:A വരുന്നത്. അപ്പം ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50% കൂടുതലാണ് അല്ലേ? 2ൽ 1 കൂടുതലാണ്. അതായത് 2 ആണെങ്കിൽ 3 ആണ്. 50% എന്ന് പറഞ്ഞാൽ 2ൽ 1 ആണ്. 2ൽ 1 കൂടുതലാണ്. സോ 2 ആണെങ്കിൽ 3 ആണ് സ്പീഡ് വരുന്നത്. സോ 2:3 ആണ് B:A വരുന്നത്. ഓക്കെ, അതായത് ബിയുടെ സ്പീഡ് 2x എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എയുടെ സ്പീഡ് 3x എന്ന് കൊടുക്കാം. മനസ്സിലായോ? ബിയുടെ സ്പീഡ് 2x എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എയുടെ സ്പീഡ് 3x എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? 6 മണിക്ക് നമ്മുടെ എ പോവുകയാണ്, 11 മണിക്ക് ബി ഇങ്ങോട്ട് പോവാം. 6 മണിക്ക് പോയ എ ഒരു 11 മണിയാകുമ്പോൾ എവിടെ എത്തും? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത എ 11 മണിയാകുമ്പോൾ എവിടെ എത്തും? 6 × 5 = 11 അല്ലേ? 5 മണിക്കൂർ സഞ്ചരിച്ചു. 5 മണിക്കൂർ സമയത്തേക്ക് സഞ്ചരിച്ചു അല്ലേ? 5 മണിക്കൂർ കൊണ്ട് എയുടെ സ്പീഡ് എത്ര? 3x എന്ന് കൊടുത്താൽ എയുടെ സ്പീഡ് എത്ര? 3x ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? വേഗത ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. 3xഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15x എന്ന് കിട്ടും അല്ലേ? 15x കിലോമീറ്റർ ആണ് എ സഞ്ചരിച്ചത് അല്ലേ? 11 മണി വരെ എ സഞ്ചരിച്ചേക്കുന്നത് 15x കിലോമീറ്റർ ആണ്. ഇനി 11 മണിയായപ്പോൾ ഇവിടെ എത്തി, 15x കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി ബാക്കിയുള്ള ദൂരം നോക്കി 8 മണിക്ക് ഇവർ ക്രോസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദേ ക്രോസ് ഈച്ച് അതർ അറ്റ് 8 pm. 8 മണിക്ക് ഇവർ ക്രോസ് ചെയ്യുക. അപ്പോൾ 11 മണിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയവർ 8 മണിയായപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ 8 pm എന്ന് പറയുമ്പോൾ എത്ര അവേഴ്സായി? 9 hours ആയി അല്ലേ? 11 am നിന്ന് 12 pm ആവും. ദെൻ ഒരു 8 pm വരെ 9 hours ഉണ്ട്. 9 hours-ലാണ് ഇവർ എന്ത് ചെയ്തേക്കുന്നത്? മീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 9 hours-ലാണ് ഇവർ മീറ്റ് ചെയ്തത്. ഇയാളുടെ സ്പീഡ് എന്താണ്? 3x. ഇയാളുടെ സ്പീഡ് എന്താണ്? 2x. റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് വരും? 5x വരും. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 5x എന്ന് വരും. ട്രാവൽ ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 9 hours ആണ്. ട്രാവൽ ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 9 hours ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഡിസ്റ്റൻസ് കിട്ടും അല്ലേ? ഡിസ്റ്റൻസ് കിട്ടും. എത്ര ഈ ഒരു റിലേറ്റീവ് സ്പീഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തതെന്ന് കിട്ടുക. കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആണ്? 5x × 9 45x.
അപ്പോൾ 15x ആണ് ഈ ഒരു ദൂരം, 45x ആണ് ഈ ഒരു ദൂരം, അങ്ങനെ 60x ആണ് ടോട്ടൽ ദൂരം. അതായത് 120 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60x ആണ്. അപ്പോൾ എക്സ് എന്ത് വരും? 2 കിട്ടും. എക്സ് 2 ആണെങ്കിൽ ബിയുടെ സ്പീഡ് 4 km/h ആണ്. എക്സ് 2 ആണെങ്കിൽ എയുടെ സ്പീഡ് 6 km/h ആണ്. ഓക്കെ, അപ്പോൾ എയുടെ സ്പീഡ് കിട്ടി, ബിയുടെ സ്പീഡ് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ചോദ്യം. അറ്റ് വാട്ട് ടൈം വിൽ എ റീച്ച് ഹിസ് ഡെസ്റ്റിനേഷൻ? ഡെസ്റ്റിനേഷനിൽ എത്താൻ എക്ക് എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എയുടെ സ്പീഡും അറിയാം, എ സഞ്ചരിക്കേണ്ട ദൂരവും അറിയാം. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ എടുക്കുന്ന ടൈം കണ്ടുപിടിച്ചൂടെ? വീണ്ടും നമുക്ക് എ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ടൈമാണ് വേണ്ടത്. അതിനുവേണ്ടി എ 120 കിലോമീറ്റർ സഞ്ചരിക്കണം. ഏത് സ്പീഡിൽ? 6 km/h വേഗത്തിൽ. സോ എത്ര മണിക്കൂർ എടുക്കും? 20 മണിക്കൂർ എടുക്കും. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ എ 20 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. 6 മണി കഴിഞ്ഞ് ഒരു 20 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയായി? 6 മണി കഴിഞ്ഞിട്ട് ഒരു 20 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ടൈമായി? 11 PM ആണോ, 4 PM ആണോ, 2 AM, നെക്സ്റ്റ് 2 മണിയാണോ? 20 മണിക്കൂർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 2 AM വരാനാണ് ചാൻസ് അല്ലേ? 11 PM വരുമ്പോഴത്തേക്കും 5 മണിക്കൂറേ ആവത്തുള്ളൂ. 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആയിരുന്നു. 6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ആയിരുന്നു. 4 PM എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു 5 മണിക്കൂർ, 10 മണിക്കൂർ എന്നായിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നു. പിന്നെയും ഒരു 10 മണിക്കൂർ വേണം അല്ലേ? സോ 20 hours ഉണ്ട്. 6 മണി മുതൽ രാവിലെ 6 മണി മുതൽ 20 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര മണിയാവും? 2 മണിയാവും അല്ലേ? നെക്സ്റ്റ് ഡേ 2 AM ആവും അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് 24 hours വരുന്നില്ല, 4 hours കുറവ്. 24 ആയിരുന്നെങ്കിൽ 6 മണി തന്നെ ആയേനെ, നെക്സ്റ്റ് ഡേ 6 മണിക്ക് എത്തിയേനെ. പക്ഷെ 24 ഇല്ല, 20 ഉള്ളൂ. അതുകൊണ്ട് 4 പുറകോട്ട് പോട്ടെ, 2 മണിക്കേ എത്തി, 4 മണിക്കൂർ മുന്നേ എത്തി. മനസ്സിലായോ? അങ്ങനെ പോയാലും മതി കേട്ടോ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്ന് നോക്കിയേ, കുറച്ച് ആലോചിക്കാനുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ്. ഓപ്ഷൻസ് ഇടാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് amounts to rupees 815 in 3 years and to rupees 854 in 4 years. Find the sum. Options: rupees 698, 650, 642, 750. Okay. A sum of money at simple interest in the question ആണ്. amounts to rupees 815 in 3 years. 3 വർഷം കഴിയുമ്പോൾ അല്ലേ? 3 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 3 years കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 815 രൂപയാണ്. എന്നാൽ 4 വർഷം കഴിയുമ്പോൾ, 4 വർഷം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു പലിശയും കൂടെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷത്തെയും കൂടെ പലിശ കിട്ടി, അപ്പോഴല്ലേ 4 വർഷം ആവുന്നേ. അതും കൂടെ ചേർന്നപ്പം എത്രയായി? 854 ആയി. ഇതിൽ നിന്ന് ഒരു വർഷം കിട്ടിയ പലിശ കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം 100 രൂപയാണ് ഒന്നാമത്തെ വർഷം പലിശ കിട്ടുന്നതെങ്കിൽ അടുത്ത വർഷവും 100 ആയിരിക്കും, അതിൻ്റെ അടുത്ത വർഷവും 100 ആയിരിക്കും. ഓക്കെ, ഫിക്സഡ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ 815 ആയത്, 4 വർഷം കഴിഞ്ഞപ്പോൾ 854 ആയെങ്കിൽ എത്ര കൂടിയെന്ന് നോക്കുക. 854 മൈനസ് 815 ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എത്ര വരും? 9 3 39 രൂപ. കറക്റ്റ് അല്ലേ? 39 രൂപയാണ് എന്ത് കിട്ടിയത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഇത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പം 3 വർഷം കഴിഞ്ഞപ്പം ഈ 815-നകത്ത് 3 വർഷത്തെ പലിശയും കൂടെ ഉണ്ട്. 3 വർഷത്തെ പലിശ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു വർഷം 39 ആണ്. 39 × 3 ചെയ്താൽ മതി, 3 വർഷത്തെ പലിശ കിട്ടും. അപ്പോൾ എന്ത് വരും? 9 × 3 27, 2 3 × 3 9, 2 11, 117 രൂപയാണ് ഇതിനകത്ത് പലിശ വരുന്നത്. ഓക്കെ, അപ്പോൾ 815 കിട്ടിയതിൽ 117 പലിശ, ബാക്കിയല്ലേ മുതൽ? പ്രിൻസിപ്പൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏത് രൂപയാണ് നമ്മൾ ഇട്ടത്? എ സർട്ടൈൻ സം ഓഫ് മണി, അതാണ് ഇങ്ങനെ എമൗണ്ട് ആയി മാറിയത്. അത് എത്രയാണെന്ന് ചോദിക്കാതെ 815 മൈനസ് 117 ചെയ്താൽ മതി.
എത്ര വരും? 815 മൈനസ് 117. 100 പോയി കഴിഞ്ഞാൽ 715 ആണ്. 15 കൂടെ പോയി കഴിഞ്ഞാൽ 700 വരും. പിന്നെ 2 കൂടെ ക്യാൻസൽ ആണ്. അപ്പോൾ 698 റുപ്പീസ് 698. അല്ലാതെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. 815 115 ആയിരുന്നെങ്കിൽ നമുക്ക് 700 കിട്ടിയാണ്. പക്ഷേ 2 എണ്ണം കൂടെ പോകണമല്ലോ. അപ്പോൾ 698. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആണ്. ഓരോ വർഷവും തുല്യമായ പലിശയാണ് കിട്ടുന്നത്. ആ ലോജിക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഫിക്സഡ് അല്ല. മനസ്സിലായോ? ഓരോ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ നമുക്ക് നിർത്താം. കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.